Hi guys, welcome to the Flavors Unwrapped. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ലാസ്റ്റ് ടൈം നമ്മളൊരു വീഡിയോ ചെയ്തു. അത് നമ്മൾ ചാറ്റ് ജിപിടിനോട് ചോദിച്ചിട്ടായിരുന്നു ചെയ്തത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം ചാറ്റ് ജിപിടിനോട് ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങളൊരു റീലിൽ കണ്ട വീഡിയോ വെച്ചിട്ട് ഞങ്ങളൊരു ഡിഷ് ഉണ്ടാക്കുന്നു ഇന്ന്. സോ അതിന് പറയുന്നത് തുളുനാടൻ പൈനാപ്പിൾ കറി എന്നാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം പൈനാപ്പിളിനെ കുക്ക് ചെയ്തെടുക്കണം. സോ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കൊന്നും വേണ്ട, ഒരുമിച്ചിട്ട് പൈനാപ്പിളും ജാഗറിയും കൂടി ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യാനാണ് പറയുന്നത്. സോ ലെറ്റ്സ് ട്രൈ. പൈനാപ്പിൾ കുക്കാവാൻ മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം നമുക്ക് ഒഴിക്കാം. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ജാഗരിയാണ്. ജാഗരി ഒരു ഓറഞ്ച് കളർ ജാഗരി ആട്ടോ. പൈനാപ്പിളിന്റെ കൂടി ഇടാനായിട്ട് ഒരു ഓറഞ്ച് കളർ ജാഗരി ഇട്ടത്. പിന്നെ കുറച്ച് ടർമറിക് പൗഡർ, മഞ്ഞപ്പൊടി. പിന്നെ നമ്മുടെ ഉപ്പ്. ഇപ്പൊ ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ്, ഉപ്പാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഒരു ലേശം ഉപ്പ്. എന്നിട്ട് അതിനെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്ക് ഈ പൈനാപ്പിളിനെയും ജാഗറിനെയും കൂടി കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാം. ഇത് അവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് ഇനി നമുക്കൊരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ഇതിൽ ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഉണക്കമുളക്, അതൊരു 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് കറി ലീവ്സ്, പിന്നെ ഉഴുന്ന്, പിന്നെ ഈ തേങ്ങ. ഇതിനെ നമ്മൾ ഒരു മസാലയാക്കി എടുത്തിട്ട് ഈ കോക്കനട്ടിൽ ഇട്ട് അരച്ചൊരു പേസ്റ്റ് ആക്കി എടുക്കണം. എണ്ണ ചൂടായി നമുക്ക് ഈ ഉണക്കമുളക് ഇടാം. പിന്നെ കറി ലീവ്സ്, ജീരകം, പിന്നെ ഈ ഉഴുന്ന്. ഇതിനെ ഒന്ന് ഒരു മസാലയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ ഒന്നിട്ട് ഒക്കെ എടുക്കാം. അതായിട്ടുണ്ട്. നമുക്ക് പൈനാപ്പിൾ എന്തായി നോക്കാം. ഒരുപാട് അങ്ങ് കുക്ക് ആവേണ്ട, ഒരു സോഫ്റ്റ് ആയാൽ മതി. ആ ഒരു ഹാർഡ്നെസ് മാറിയാൽ മാത്രം മതി. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ കുക്ക് ആവാനുണ്ട്. നമുക്ക് ഇനി ഓപ്പൺ ആക്കി തന്നെ വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ തേങ്ങയിൽ നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന മസാല ഇട്ട് അതിനെ പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതൊരു 1/2 കപ്പ് കോക്കനട്ട് ഉണ്ട്. ഈ കറിയുടെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇതിൽ എല്ലാ ടേസ്റ്റും ഉണ്ട്. അതായത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, സോൾട്ട് ഉണ്ട്, എരിവ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എരിവും ഉണ്ട്, പുളി ആഡ് ചെയ്യുന്നുണ്ട്, സോൾട്ട് ടേസ്റ്റും ഉണ്ട്, പിന്നെ എന്താ പറയാ ജാഗരി ആഡ് ചെയ്യുന്നുണ്ട്, മധുരവും ഉണ്ട്. ഞാൻ ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പൊ ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുത്തത്. അതായത് ഇതിൽ കോക്കനട്ട് ഉണ്ട്, ജീരകം, നമ്മുടെ കറി ലീവ്സ്, പിന്നെ ഉണക്കമുളക്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയില്. നമ്മൾ നോർമലി അവിയലൊക്കെ അരക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി തന്നെ മതി. പിന്നെ നമുക്ക് പൈനാപ്പിളിനെ ഒന്ന് ചെക്ക് ചെയ്യാം, സോഫ്റ്റ് ആയിട്ടുണ്ടോ. സോഫ്റ്റ് ആവുന്നില്ലേ? പൈനാപ്പിൾ സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കോക്കനട്ട്, നേരത്തെ ഞാൻ കാണിച്ചു കൺസിസ്റ്റൻസി, നമുക്ക് ഈ കോക്കനട്ടിനെ ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഇതിനെ കുറച്ച് നേരം കൂടി ഇങ്ങനെ വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൽ ഒരു ഇൻഗ്രീഡിയന്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതായത് എരിവിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ മുളക് ആഡ് ചെയ്തിട്ടുണ്ട്, മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് ഫോർ സോൾട്ട് ആൻഡ് ഫോർ ദി സോൾട്ടി ടേസ്റ്റ്. ആൻഡ് ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ആ ഒരു സോൾട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അതും കൂടി ആഡ് ചെയ്യണം. അതാണ് ഇതിൽ ഫൈനലി ആഡ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ലാസ്റ്റ് ഫ്ലേവറിന്റെ ഇൻഗ്രീഡിയന്റ്, അതായത് നമ്മുടെ സോൾട്ട് ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഇത് പുളിവെള്ളം. പുളിവെള്ളം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ആക്ച്വലി നമുക്ക് ഈ കറിയില് ഞാൻ വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. ഇത്രയും വെള്ളം വേണ്ട. അപ്പൊ നമുക്ക് അതൊന്ന് പറ്റിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോഴേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോ ഞാൻ അതിനൊന്ന് റെഡ്യൂസ് ചെയ്തൊന്ന് ഇട്ടൊന്ന് ഇതാക്കി എടുക്കാണ്, പറ്റിച്ചെടുക്കാണ്. നമുക്ക് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്ക് മലയാളികൾക്ക് എന്തുണ്ടാക്കിയാലും കടുവറുത്ത് ഇടണമല്ലോ, താളിക്കണമല്ലോ. അത് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ. അപ്പം നമുക്ക് അത് ചെയ്യാം. ഞാൻ ആ സെയിം പാൻ തന്നെയാണ് കേട്ടോ വീണ്ടും താളിക്കാൻ വേണ്ടിയിട്ട് കടുകൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകിലേക്ക് നന്നായിട്ട് പൊടിക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിയിൽ പിന്നെ 2 ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു പൊട്ടാറ്റോ കറി പോലും ഉണ്ട്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ പൈനാപ്പിളിന്റെ ആ ഒരു ഷേപ്പിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. സോ നമ്മുടെ കറി ഇവിടെ ഫൈനൽ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കഴിച്ചാൽ മതി. ഇതാണ് നമ്മുടെ കറി. ഇങ്ങനെ കാണിക്കുന്നില്ല, ഞാൻ ഇതിനെ സെർവ് ചെയ്തിട്ട് കാണിക്കാം. സെർവ് ചെയ്ത് കാണിക്കുമ്പോഴാണല്ലോ നമുക്ക് കറിയുടെ ഭംഗിയൊക്കെ അറിയാൻ പറ്റും. ഇതിന്റെ ടേസ്റ്റ് ഞങ്ങൾ പറയും, എന്തായാലും ഞങ്ങൾ നല്ലതാന്ന് പറയും, അത് വേറെ കാര്യം. അപ്പൊ നമ്മള് ബൗളിലോട്ട് നമ്മുടെ കറി സെർവ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഞാനൊരു പീസിന്റെ കൂടെ ടേസ്റ്റ് ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, വെറുതെ പറയണല്ല. എരിവുണ്ട്, മധുരമുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്. അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്യണ്ട, താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്യാം. അങ്ങനെ സോ ഇതാണ് തുളുനാടൻ പൈനാപ്പിൾ കറി. ഇതൊരു മെയിൻ കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബട്ട് ഒരു സൈഡ് ഡിഷ് ഒക്കെ ആയിട്ട് അടിപൊളി ഒരു നല്ല ഫ്ലേവർ ഒക്കെ ഉള്ളൊരു കറിയാണ്. ഓക്കെ, സോ താങ്ക് യു.